അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഇപ്പം പുതിയ ഗവൺമെൻറ് കൊണ്ടുവന്ന ഗേൾസിന്, അതായത് സ്കൂളിലെ ഗേൾസിന് 3 ഡേയ്സ് ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇത് കേട്ടപ്പാട് തന്നെ കുറേ ആൾക്കാർ പറയാൻ വേണ്ടി തുടങ്ങി, പണ്ടത്തെ ആൾക്കാരിൽ ഇങ്ങനെ തന്നെയല്ലേ പോയിനി, പണ്ട് ഇത്രയും കാലം പിള്ളേർ ഇങ്ങനെ തന്നെയല്ലേ പോയിനി. അതേപോലെ തന്നെ ചില ബോയ്സ് ജെൻഡർ ഇക്വാലിറ്റി കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, ഐ ആം സോ ഹാപ്പി വിത്ത് ദസ്. അതായത് ഈ ഒരു ലീവ് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം, ഞാൻ കോളേജിൽ പഠിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ നമ്മളെല്ലാം പഠിക്കുന്ന സമയം നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ലീവ് കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം അത്രയ്ക്ക് പെയിൻഫുള്ളായിരിക്കും, അത്ര സ്ട്രെസ്ഡ് ആയിരിക്കും, എന്തൊക്കെയൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നുകൊണ്ടാവും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സ്കൂള്, അപ്പം അങ്ങനെയെല്ലാം വരുമ്പം ഭയങ്കര പാട് തന്നെയാണ്. പോക്കും വരുത്തെല്ലാം പാടാണ്. പ്രത്യേകിച്ച് ഈ ബസ്സിലാണെങ്കിൽ പറയാനും പറ്റില്ല. അപ്പം ഭയങ്കര നിൽക്കേണ്ടി വരും, ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. സോ അങ്ങനെയുള്ള സമയത്ത് ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമായിരിക്കും. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയും. കാരണം ഗേൾസ് അനുഭവിക്കുന്ന വേദന ബോയ്സ് അനുഭവിക്കുന്നില്ല ഇക്കാര്യത്തിൽ. മീൻസ് ബോയ്സ് വേറെ രീതിയിലായിരിക്കും, ഗേൾസ് വേറെ രീതിയിലായിരിക്കും. പീരീഡ്സിൻ്റെ വേദന അവർക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു ലീവ് കിട്ടുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഞാൻ ഒരു പാർട്ടിൻ്റെയും ആളല്ല ഞാൻ, പക്ഷേ എനിക്ക് നല്ലത് കണ്ടാൽ നല്ലത് പറയാം. എനിക്കിത് പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് പേഴ്സണലി നല്ലൊരു സംഭവമായിട്ട് തോന്നി. നിങ്ങൾക്കോ? താങ്ക് യു.